നിൽക്കുക? ഞാൻ പാൽക്കാരനെ നോക്കി നിൽക്കുക. ഇങ്ങനെ വയറ് നിറച്ചു പാലും കുടിച്ചു പുര നിറഞ്ഞു നിന്നോ. തടി കൂടിയാ ഞാൻ കെട്ടുകയില്ല. തടി കുറക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ കുറയണ്ടേ? അതിന് ഓടിയാ പോരെ. ഓടിയാ തടി കുറയോ? അതിന് ഉദാഹരണമല്ലേ ഈ ഞാൻ. ആണോ? ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി സിമ്രാനാക്കി ഞാൻ കൈ തരും. സിമ്രാനോ? ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പ്യാര്, നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാന്ന്. ഏതെമ്മൻ നമ്പ്യാര്? നമ്മുടെ കോച്ച് നമ്പ്യാര്. ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ? അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ. എന്നിട്ട് ഇന്നലെ വേറെ ആരും ഓടിച്ചെന്നാണല്ലോ കേട്ടത്. അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ. എന്നാലും ഓടിയാ തടി കുറയോ? ഉറപ്പല്ലേ? ചിന്നു ഓടിക്കോ. ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് ഡെയിലി എത്രത്തോളം കുറയുന്നു എന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട്. അങ്ങോട്ടല്ലേ? മമ്മി ഞാൻ പോയിട്ട് വരാം. അതെ, പാല് വരും. അയ്യോ, ഞാൻ ക്ഷീണിച്ചു. എനിക്ക് വയ്യ. സ്ഥിരമായിട്ട് ഓടിയാൽ കിതക്കത്തില്ല. അതൊന്നും അല്ല, ഈ ഏരിയയിലൊക്കെ നിറച്ചു പട്ടിയാ. നമുക്ക് തിരിച്ചു പോവാം. പട്ടി കടിക്കത്തില്ല. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്നത് കൊണ്ട് എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ. എന്നാലും എനിക്ക് പേടിയാ, പട്ടി കടിച്ചാലോ? ഇന്നാളൊരു പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ പിടിച്ചൊരു കടി കൊടുത്തു. അതിനുശേഷം എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ. അതുങ്ങളൊക്കെ അറിഞ്ഞു കാണും. എന്നാലും എനിക്ക് പേടിയാണെങ്കിലേ ഇന്നാ ഈ വടി വച്ചോ, വന്നാൽ ഒരു അടി കൊടു. പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും, കണ്ടോ? എന്നാ വേണ്ട, ഇതാ എന്നാ വലിയ വടി വെച്ചോ. വന്നാൽ എങ്ങനെ? വന്നാൽ ഒറ്റയടി. എങ്ങനെ? ഇങ്ങനെ. ഓടിക്കോ. ലോണ്ണ ഇതവിടെ പോയി? ചേട്ടാ, ലോണ്ണ കണ്ടോ? നോക്കിയേ. അയ്യോ, ഇതെന്ത് പറ്റി? പെങ്ങളെ, ഇവൻ ആരാന്നറിയോ? ഇവന്റെ പണി എന്താണെന്നറിയാവോ? പെൺപിള്ളേരുടെ ചിത്രങ്ങളെടുത്ത് തലവെട്ടി മാറ്റി അശ്ലീല ചിത്രങ്ങളാക്കിയിട്ട് ഇന്റർനെറ്റിൽ കൊടുക്കുന്ന വൃത്തികെട്ടവനായവൻ. അയ്യോ, ഇത് അങ്ങനത്തെ ആളൊന്നുമല്ല. ഓടുന്ന അനുസരിച്ച് എന്റെ തടി കുറഞ്ഞെന്നറിയാൻ വേണ്ടിയാ ലോണ്ണ ഷൂട്ട് ചെയ്തത്. എന്നാ ഇവനത് വാ തുറന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. സമ്മതിച്ചില്ലല്ലോ. വെറുതെ മനുഷ്യന് സമയം കിടത്തി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോണ്ണൻ ഓടി ഉണങ്ങിയതല്ല, നാട്ടുകാർ ഇടിച്ചുണക്കിയതാണ്. വണ്ടി നിർത്തച്ഛ. അച്ഛ അർജന്റായിട്ടൊരു അന്ത്യകൂതാശ നടത്തണം. അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവാണ് കുഞ്ഞാടെ ഞാൻ. നമ്മുടെ അടക്കാൻ പറ്റുന്ന ഒറോതച്ച നടത്തി അങ്ങനെ അടിതെറ്റി വീണു. അയ്യോ, അച്ഛൻ വണ്ടി അങ്ങോട്ട് വിടും. അച്ഛ, അച്ഛനെന്തീ ആലോചിക്കണത്? അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ. ചടങ്ങിന് അവരെല്ലാം വരുമോ? എവിടെ വരണമെങ്കിൽ അവര് നേരത്തെ വരൂലേ. അച്ഛനാ ഒറോതച്ച നടത്തിയ വീട്ടിലേക്ക് വണ്ടി വിട്ടെ. ഒറോതെങ്കിൽ ഒറോത കേറ്. ഇത് ബുൾബുൾ അല്ല, ഇത് അവൻ തന്നെ. 25 വർഷമായി ഞാൻ തേടി നടക്കുന്ന മലമുഴക്കി വേഴാമ്പൽ. ഇന്ന് അവനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അതിയാന്റെ സൂക്കേട് കണ്ടില്ലേ മക്കളെ? ഇപ്പോഴും ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിലാണെന്നാ വിചാരം. ഇവിടെ സ്വന്തം തള്ള വായു വലിച്ചു കിടക്കുക. അപ്പോഴും അതിയാന്റെ ഒരു ഒടുക്കത്തെ പക്ഷി നിരീക്ഷണം. അന്ത്രയോസ്, ആമസോൺ മഴക്കാടുകളിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്ത്രയോസ് പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. മോളെ, ഇത് കണ്ട ഡാഡിന്റെ തറവാടെത്തി. ഏതാണ് ഈ അംഗൻവാടി? അംഗൻവാടിയിലെ ലേഡീസ് അല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എന്റെ മലമുഴക്കിയാ വലുത്. മൈ ബ്രദർ, വേൾഡ് ഫേമസ് ആയ ഒരു ബേർഡ് സയന്റിസ്റ്റിനെ കയറി പിടിക്കുന്നു. എന്റെ ഫാൻസ് കയറിയാൽ ചേട്ടാ, ഇത് ഞാനാ, ഗബ്രിയേൽ, ചേട്ടന്റെ പുന്നാരനിയൻ. ഗബ്രിയേൽ? ഓ മൈ ബ്രദർ. അല്ല ഗബ്രിയേല്, നിനക്കിനെന്ത് പറ്റി? എന്നെക്കാളും വെളുത്ത് ചുവന്ന് തൊടുത്തിരുന്ന നീ ആകപ്പാടെ കറുത്ത് കരിക്കട്ട പോലെ ആയിപ്പോയല്ലോ. ചേട്ടാ, അതൊരു നീണ്ട കഥയാണ്. ഒരു ഷോർട്ട് സ്റ്റോറി, എ സെന്റിമെന്റൽ ത്രില്ലർ. ഗബ്രിയേൽ ഫ്രം ചിലി. ചിലിയിലെ മലനിരകളിൽ
കിലോമീറ്ററുകളോളം ഭൂമി തുറന്ന് സ്വർണം ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി. 11 മാസം കനിയിൽ ഒരേ പണിയാ. വെറും 1 മാസം മാത്രമാ ലീവ്. അപ്പോ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത്. വെള്ളവും വെളിച്ചവുമില്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയതാണ് ചേട്ടാ. ആ ബൈ ദ ബൈ, നിന്റെ കൂടെ ഒരു അംഗൻവാടി തന്നെ ഉണ്ടല്ലോ. ആ ചിൽഡ്രൻസ് ഒക്കെ ആരുടെയാ? അവരെല്ലാവരും എന്റെ മക്കളാണ് ചേട്ടാ. കൊല്ലത്തിൽ 11 മാസവും കനി തന്നെ കിടക്കുന്ന നിനക്കെങ്ങനെയാ ഇത്രയും കുട്ടികൾ? ബാക്കി 1 മാസമുള്ള കാര്യം ചേട്ടൻ മറന്നുപോയാ? ഓ അല്ല, നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ. അവൾ 9 മാസം പ്രഗ്നന്റാ. അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് വെച്ച് ഇതാണെങ്കിൽ 11 നീ കൊല്ലത്തിൽ 12 മാസവും കനി കിടക്കുന്നതാ ബുദ്ധി. അമ്മച്ചിയുടെ മൂത്ത മോൻ അന്ത്രയോസ് വന്നിരിക്കുന്ന അമ്മച്ചി. കണ്ണ് തുറക്കാൻ പറ്റി. അമ്മച്ചിയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേലേട്ട അമ്മ. ഈ കിടക്കണ അമ്മച്ചിയുടെ കൈ കൊണ്ട് എത്ര കിലോ ചക്കക്കുരു ചുട്ടു വന്നിട്ടുള്ളതാ. ഇനി ഞങ്ങൾക്ക് 6 ചക്കക്കുരു ചുട്ടു തരും അമ്മച്ചി. ഒരു അമ്മായിയമ്മയുടെ ഈ കിടപ്പ് കാണാനാണോ കർത്താവ് എന്നെ വെച്ചോണ്ടിരിക്കുന്നത്? ഇനിയുള്ള ഓരോ മണിക്കൂറും ഞാൻ അമ്മച്ചിയെ സ്നേഹിച്ചു കൊല്ലും. അമ്മച്ചി നോക്കാൻ വന്നിട്ട് മൊത്തം തിന്നു തീർക്കും അല്ലേടി? സൈലൻസ് പ്ലീസ്. ഈ കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാരും പുറത്തോണം. അയ്യോ, ഇത് ഞങ്ങളുടെ പെറ്റമ്മച്ചിയാ. പെറ്റതള്ള. ഈ കിടക്കണ അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള്. മക്കളാലും ശരി മരുമക്കളാലും ശരി പുറത്തോണം. പെട്രീഷ്യ, ഗൾഫിൽ നേഴ്സായ ഇവൾ ഹോസ്പിറ്റലിന്റെ ഉടമയായ കാട്ടറബിയെ ലൈനടിച്ച് ഒരു തീരുമാനത്തിലെത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നു. ബാക്കിയുള്ള എന്നെ സ്വന്തമായിട്ടൊന്ന് സീരിയൽ കാണാൻ പോലും സമ്മതിക്കത്തില്ല. ഒന്നും മിണ്ടാതിരിക്കടി. പിന്നെ എന്നോട് മിണ്ടരുന്ന് പറഞ്ഞ നീ ആരടി? അതെ, ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര. അതെ, വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവൾ. ഞാൻ ഇവിടുത്തെ ഏക മകളാ. അത് നീ മനസ്സിലാക്കിക്കോണം. പിന്നെ എനിക്ക് അതല്ലേ പണി. നീ വന്നപ്പോ മുതൽ കള്ള കണ്ണുനീര് ഒഴുക്കുമല്ലേടി. അതിൽ കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കായിരുന്നടി. എന്റെ പെട്രോട്രീഷ്യ അല്ല പെട്രീഷ്യ, ഒന്ന് അടങ്ങടി. പെങ്ങളേലും ഒന്ന് അടങ്ങ്. പോടോ, തലയിൽ ലുങ്കിയിട്ട് നടക്കുക നാണോ ഇല്ലാത്തവൻ. ഇങ്ങോട്ട് ഞാനിന്ന് ശരിയാക്കിട്ട് ബാക്കി ശരിയാക്കട്ടെ. അവള് വന്നേക്കുവാ തലോടെ കൊണ്ട്. പിന്നെ ഞാൻ രാത്രി 12 മണി. ഡ്രാക്കുള കാപ്പോടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയം. അനുരാഗിണി ഇതായം കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാധേ, ഈ രാത്രി ഈ ആന്ത്രോസിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി. അനുരാധേ, നീ എന്റെ ഇടനെഞ്ചിൽ അനുരാഗ വിലോചിതയായി പതഞ്ഞു തുളുമ്പുകയാണ്ടി. ഓ മൈ സ്വീറ്റ് അനുരാധ. ഇച്ചായനെന്താ ഇവിടെ? ചുമ്മാ ചിലപ്പോ പേടിപ്പിക്കാൻ ആരേലും ആയിരിക്കും. ഒന്ന് അയ്യോ, നീ ഒരു ശബ്ദം കേട്ടില്ലേ? ആരുടെ ശബ്ദം? കഴിഞ്ഞ 10-15 കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി വേഴാമ്പൽ. ദേ ഹിൽസ് ഓൺ ബേർഡ്സ്. പിന്നെ ഹോം നേഴ്സിന്റെ മുറിയിലല്ലേ മലമുഴക്കി വേഴാമ്പല്? എടാ, ഞങ്ങള് പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല, ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം. അല്ല, നീ എന്താ ഇവിടെ? കിടന്നപ്പോ ഒരു കമ്പനം, ഒരു എനർജി. ഇവിടെ ഖനനം ചെയ്താൽ സ്വർണം കാണുമെന്നൊരു ഇന്റിമേഷൻ. ഏത് സിക്സ് സെൻസ്? പിന്നെ ഈ നട്ടപ്പാതിരക്കല്ലേ നിന്റെ ഒരു സിക്സ് സെൻസ്. എന്തായാലും ഇതിന്റെ പിന്നിലെ നിഗൂഢത എന്താണെന്നൊന്ന് അറിയാം. ഡ്രാക്കുള തൽക്കാലം ഇവിടെ അവിടെ എന്താണെന്ന് നോക്കട്ടെ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അയ്യോ, ആരെങ്കിലും വരുന്നതായിരിക്കും. മാറിക്കോ. അച്ചായോ, ഏതായാലും ഈ കാട്ടറബിയുടെ തനി സ്വഭാവം നമുക്ക് ഇപ്പൊ കാണാം. അതെ, കാത്തിരുന്ന് കാണാം. മിണ്ടാതിരി. അമ്പട കാട്ടറബി.
നമ്മുടെ ഹോം നേഴ്സിന്റെ മുറിയിലല്ലേ അവൻ മുട്ടുന്നത്. അവൻ ആള് വില്ലനാണല്ലോ. ഇനി നമുക്ക് ഒന്നുമില്ല, ഒരു ഉറക്കക്ഷീണം പോലെ എന്താ അവിടെ പ്രശ്നം? ചോദിക്കണേ നീ. ഭർത്താവ് ഈ ഹോം നേഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഓഹോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? ഞാനൊന്നും ചെയ്തില്ല. അച്ഛൻ ഇങ്ങനെ ഓരോരോ അന്ത്യഉദാശ നടത്തുമ്പോൾ അമ്മച്ചിയുടെ ആയുസ് കൂടി കൂടി വരിക. ഇറ്റ്സ് ഇമ്പോസിബിൾ യാർ. അച്ഛനൊരു കാര്യം ചെയ്യും, ദീർഘായുസ് കൂടാൻ വേണ്ടി ഒരു കുതാശ നടത്തും. അത് ചിലപ്പോ ഭർത്താവേ ഈ പാപികളുടെ ഇടയിൽ നിന്ന് എന്നെ കാത്തോളേ. അച്ഛോ, ലോകത്ത് ഒരു പെറ്റതള്ളമാരും മക്കളോട് ഇങ്ങനെ ചെയ്യരുത്. തെക്കോട്ടില്ല വടക്കോട്ടില്ലെന്നും പറഞ്ഞത് എത്ര നാളെ കിടപ്പിങ്ങനെ കിടക്കുന്നത്? ഇത് ചതിയല്ലത്. ഇത് വെറും ചതിയല്ല, കൊലച്ചതിയാ. ഡെഫിനറ്റ് യാർ. വാട്ട്? യെസ്. എന്റെ പേഴ്സും പോക്കറ്റ് അടിച്ചു പോയി. ചിന്നുവിനോട് ഞാനിനി എന്തോ പറയും. ആ സാറേ, ഒന്ന് നിർത്തണേ. എന്താടോ സാറേ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. തന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയ? എവിടെ വെച്ചാ പോയത്? ചന്തക്കവലയിൽ. ചന്തക്കവലയിൽ വെച്ച്. എത്ര നേരമായിട്ടുണ്ട്? 1000 രൂപ ഉണ്ടായിരുന്നു. പേഴ്സിൽ വല്ലതും ഉണ്ടായിരുന്നോ? ഓ, 1000 ഉണ്ടായിരുന്നു. 1000 രൂപ ഉണ്ടായിരുന്നോ? ആ. എവിടെ വെച്ചാ പേഴ്സ് അടിച്ചു പോയത്? ചന്തക്കവലയിൽ. എത്ര കാശുണ്ടായിരുന്നു? 1000 രൂപ ഉണ്ടായിരുന്നു. എടാ, നിനക്ക് എന്റെ തനി സ്വരൂപം പറഞ്ഞൂടാ. ചന്തക്കവല തന്നെ 1000 രൂപ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. എടാ, നിനക്ക് എന്റെ തനി സ്വരൂപം പറഞ്ഞൂടാ. നീ ആ ചന്തക്കവലെന്ന് അടിച്ചെടുത്ത പേഴ്സിൽ എത്ര കാശുണ്ടായിരുന്നാ പറഞ്ഞത്? 100 രൂപ. എത്ര? 100 രൂപ. എടാ, 1000 രൂപ ഉണ്ടായിരുന്നെന്ന് വ്യക്തമായ തെളിവെന്റെ കയ്യിലുണ്ടാ. ആ, ഇവിടെ ഉണ്ട്. സോറി എന്നാ. എടാ, അവിടെ തന്നെ നിക്കടാ. നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാടാ. സാറേ, എന്റെ കാശ്. കാലത്തെ 900 രൂപ പോയപ്പോഴാ അയാളുടെ ഒരു കാശ്. 900 രൂപ പോയിന്നാ? എന്റെ 1000 രൂപ പോയപ്പോ അയാളുടെ 900 എങ്ങനെ പോയത്? ലോൺ അവിടെ നിന്നേ 2 കിലോമീറ്ററായി ഞാൻ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. വാ, നമുക്ക് പാർക്കിൽ പോവാം. പാർക്കിൽ പോയാൽ ആശ. പാർക്കിൽ പോയാൽ എനിക്ക് ആശയില്ല. എന്നെങ്കിൽ ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയാലും ആശയില്ല. എന്താ? അതെ, എനിക്കിപ്പോ ചൊവ്വാഴ്ച വ്രതമാ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് കൂടുതൽ സംസാരിക്കരുതെന്ന് അമ്മ പറഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ചയല്ല, ബുധനാഴ്ചയാ. അതുകൊണ്ടാ ഇത്രയെങ്കിലും പറഞ്ഞത്. എനിക്കറിയാം, ലോണിന് എന്നെ ഒഴിവാക്കാൻ നോക്കുക. എന്നോട് ഇപ്പൊ പഴയ പോലത്തെ സ്നേഹമൊന്നുമില്ല. ഞാൻ പോവാ. ഇവളെ എപ്പോ വേണേലും കാണാം. ആശയെ വല്ലപ്പോഴേ കാണാൻ പറ്റും. ഇതുമല്ലോ ഇവളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂ. എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ലോണ, നമ്മുടെ ബന്ധമായിട്ട് പപ്പ അറിഞ്ഞു. എന്നിട്ട് പപ്പ എന്ത് പറഞ്ഞു? പറയട്ടെ? പറയും. പറ. എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഈ സന്തോഷം പങ്കിടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആശ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും? ഞാൻ എന്ത് പറഞ്ഞാലും ലോണൻ ചെയ്യും. എന്ത് പറഞ്ഞാലും ചെയ്യും. എങ്കിൽ ലോണൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. ആശ എന്താണ് ഈ പറയുന്നത്? ആശയുടെ ഇഷ്ടം പോലെ ചെയ്തോളാം പപ്പ പറഞ്ഞു എന്ന് ആശ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? അതല്ലേ, ഇതാ എന്റെ ആഗ്രഹം. ലോണ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം. അതാ എന്റെ ആഗ്രഹം. ആശേ, ഇനിയെങ്കിലും ആർക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശ.